dear students, silent prayer. Today's topic is angle sum property of a triangle. We already know angle sum of a triangle, isn't it? Do you remember? Total angle sum of a triangle is 180 degree. എല്ലാ ആംഗിൾസും ട്രയാങ്കിളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ആംഗിൾ സം പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സോ ഹിയർ തിയറം 6.7 ദ സം ഓഫ് ദ angles of a triangle is 180 degree. We need to study its proof also. Okay, so we are going to prove this total angle sum of a triangle is 180 degree. So here one triangle PQR. Which are the angles? Angle P, angle Q and angle R. So I am giving name for these angles as angle 1, angle 2 and angle 3. So we are going to prove that angle 1 plus angle 2 plus angle 3 is equal to 180 degree. Now first step is draw a parallel line through P for which side QR. ഈ QR എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഈ പിയിൽ കൂടെ ഡ്രോ ചെയ്യുക. സോ നിങ്ങൾ റൂളറൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, നമുക്കിതിനെ എക്സ് വൈ എന്ന നെയിം കൊടുക്കാം. സോ ഹിയർ എക്സ് വൈ പാരലൽ ടു ക്യൂ ആർ. ഓക്കെ, നൗ ലിസൺ കെയർഫുള്ളി. ഹിയർ ആംഗിൾ, one angle is here, here also one angle. We are going to name this angle 4 and 5 because here 1, 2, 3 already given. Next this angle is 4 and this angle is 5. Now listen carefully. This XPY means this line. This line is a straight line and total angle of these three angles is 180 degree. Isn't it? These are linear pairs. Not linear pairs. Okay. So ഇത് ഈ സ്ട്രേറ്റ് ലൈനിൽ പോകുന്നതാണ്. സ്ട്രേറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതിനെ ഡിവൈഡ് ചെയ്തുള്ള 3 ആംഗിൾസ് ആണ് ഈ 3 എണ്ണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് എഴുതുന്നു. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 5 ഈക്വൽ ടു 180 ഡിഗ്രി. ദിസ് ഈസ് ഇക്വേഷൻ 1. എനി ഡൗട്ട്? Now listen carefully. XPY is parallel to QR. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പഠിച്ചായിരുന്നു അല്ലേ? ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2 ലൈൻസിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഈ ലൈനാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഈ എ ലൈൻ വിച്ച് ഇന്റർസെക്ട് 2 or more lines at distinct points is called transversal. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മിസ് ഇവിടെ അതൊന്നൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കുവാണ്. ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇത് നോക്കി, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയല്ലേ ഇതിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സൈഡ് നിങ്ങൾ മനസ്സിൽ എടുക്കാതെ ഈ ഒരു ലൈനും ഈ പാരലൽ ലൈൻസും മാത്രം ഒന്ന് നോക്കുക. നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിൾസ് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 2 ഇല്ലേ? ഈ ലൈനിൻ്റെ ഇങ്ങനെ പോകുന്നിടത്ത് ഓൾട്ടർനേറ്റ് വരുന്നതാണ് ആംഗിൾ 4 ആൻഡ് ആംഗിൾ 2. സോ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2. ഇനി നെക്സ്റ്റ് സൈഡ്, ഈ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. നോക്കി, ഈ സൈഡ് അവോയ്ഡ് ചെയ്യുക. ഇത് നോക്കിയേ, ഇതൊരു ട്രാൻസ്വേഴ്സലല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇതും കൂടെ ഓൾട്ടർനേറ്റ് ആണ്. അതായത് ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 3. ഓക്കെ, now substitute this angle 4 equal angle 2 in equation 1 and angle 5 equal angle 3 in equation 1. So we get at the place of angle 4, angle 2 plus angle 1 plus at the place of angle 5 we have angle 3 equal to 180 degree. Now write orderly. Angle 1 plus angle 2 plus angle 3 is equal to 180 degree. Hence the proof. Angle 1 plus angle 2 plus angle 3 is the angles of a triangle and its sum is 180 degree. So this proof is very important. So
what is the theorem? Theorem states that the sum of the angles of a triangle is 180 degree. So first we write that statement. Okay. Next we draw a triangle PQR. We take its name as PQR and draw a parallel line, parallel line for QR at P. Then XPY is a line. So here three angles. Total of these three angles is equal to 180 degree. Okay. Now we extend this. No, this side. PQ and PR are transversal of this line XY and QR. Okay. Now angle 4 and angle 2 are alternate angles and alternate angles are equal. Same way angle 5 and angle 3 are alternate angles. നമ്മൾ ഇവിടെ കണ്ട alternate angles അതുപോലെ തന്നെ ആ സൈഡിന്റെ വരച്ചാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിളും alternate angles ആണ്. So angle 5 equal angle 3, angle 4 equal angle 2. So substitute this in equation 1. We get angle 2 plus angle 1 plus angle 3 equal 180 degree. And rewrite, we get total angle sum of a triangle is 180 degree. Now take your textbook, page number 107, exercise 6.3, question number 1. In figure 6.39, sides QP and QP and RQ of triangle PQR are produced to points S and T respectively. That means this is the figure and Q is produced to T and P is produced to S. That is extend T lekkum S lekkum. Angle SPR 135 degree. SPR. That means this angle 135 degree and angle PQT. PQT. This angle is equal to 110 degree. Find angle PRQ. PRQ. That means PRQ. Inside this angle we need to find. Given these two angles, we need to find this angle. Okay. Now listen carefully. Given angle SPR is equal to 135 degree. Now look, this is a straight line or this is a line and here two angles, isn't it? അല്ലേ നമ്മളിങ്ങനെ അപ്പോൾ ഈ PR എന്ന് പറയുന്നത് ഈ SQ എന്ന് പറഞ്ഞ ലൈനെ സ്റ്റാൻഡ് ചെയ്യുന്നു, isn't it? So here two lines, this total angle of these two, here two angles and total angle of that two angles is 180 degree. അല്ലേ? So നമ്മൾ അത് എഴുതുവാണ് ആംഗിൾ SPR plus angle RPQ is equal to 180 degree. അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? SPR എത്രയാ? 135 degree. So 135 plus RPQ is equal to 180 degree. And angle RPQ is equal to 180 minus 135. ഇത്ര ഇങ്ങനെ എഴുതാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതേണ്ടത് കൊണ്ടാണ് മിസ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ജസ്റ്റ് 180യിൽ നിന്ന് 135 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും. Equal to 45 degree. So we get this angle as 45 degree. Now we are going to find this inner angle. This is also very easy. Like this, we need to write the steps. Here this total angle is 180 degree. So this angle is 180 minus 110. That is 70 degree. Okay. അതായത് നമുക്ക് ഇത് ലൈനിൽ ടു ആംഗിൾസ് ആണ്. ഈ ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്, ലീനിയർ പെയർ ആണ്. സോ ടോട്ടൽ ആംഗിൾ ഈസ് 180 ആണ്. സോ 180 മൈനസ് 110 വി ഗെറ്റ് 70 ഡിഗ്രി. ഇതുപോലെ തന്നെ സ്റ്റെപ്സ് എഴുതണം. അത് മിസ്സിനോട്ട് തന്നോളാം. ഇനി നോക്കിക്കേ, ഇൻസൈഡ് ആംഗിൾസ് 45 70 കിട്ടി. വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ? ടോട്ടൽ ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തിട്ട് 180യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഈ തേർഡ് ആംഗിൾ നമുക്ക് കിട്ടും, ഇല്ലേ? സോ 180 മൈനസ് 45 പ്ലസ് 70 we get this PRQ, angle PRQ, okay, equal to 180 minus 115 equal to 65 degree. That means this angle is 65 degree. So this is very easy question. First find this and this angles.
180യിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ ഈ ആംഗിളും 180യിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ ഈ ആംഗിളും കിട്ടി. then total angle sum of a triangle is 180. so ഇത് രണ്ടും ആഡ് ചെയ്ത് 180 ന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ തേർഡ് ആംഗിളും ആയി. okay, now question number 2. in figure 6.40 angle x equal to 62 degree. figure is this one and angle x is 62 degree. angle xy is at 54 degree. xy is at means x y z. this full angle is 54 degree. നിങ്ങൾ ഈ ഇടയ്ക്കത്തെ രണ്ട് ആംഗിൾ ഇവിടെ ഉണ്ടല്ലേ, ആ രണ്ട് ആംഗിൾ അല്ല, ഇത് ഫുൾ ആണ് 54 degree. angle xy is at 54 degree. then if YO and ZO are the bisectors of angle XYZ and angle XZY respectively of triangle XYZ. Here given OY and OZ are bisectors of these angles. Angle XYZ. Angle XYZ in the bisector ആണ് OY. What is meant by bisector? Angles in two equal മെഷർമെൻറ്റിലുള്ള ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ OZ is a bisector of XZY. ടു ഈക്വൽ മെഷർമെൻറ്റിലുള്ള ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഫൈൻഡ് ആംഗിൾ OZY. OZY. That means this inside angle OZY. And angle YOZ. This angle YOZ. so here given this angle 62 degree and this full angle 54 degree and given OY and OZ are bisectors of these two angles and we need to find these two angles. so we start with the angle sum property of a triangle. Any idea? You have any idea? First we need to find this full angle, that is XZY. this full angle first we are going to find. so total angle sum of a triangle is 180 degree. then we know that two angles of this triangle are 62 degree and 54 degree. so add these two angles and subtract from 180, we get this third angle. okay, so 180 minus, so 116, add we get 116. so 180 minus 116, we get 64 degree. so this full angle is 64 degree. okay, now given in question this OY bisect this angle. so first we need to find this angle. bisect means two equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. so 54ന്റെ ഹാഫ് ആയിരിക്കുമല്ലോ, 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. 54ന്റെ ഹാഫ് എന്ന് പറയുന്നത് 27 ഡിഗ്രി ആണ്. so this angle only 27 degree and this angle only 27 degree. okay, like this side, this angle we need to find this angle. in question they asked. so 64 by 2 we get 32 degree. that means this angle only 32 degree and this angle only 32 degree. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ച one angle we already find OZY equal to 32 degree. now consider this inside triangle YOZ. ഈ ആംഗിൾ അല്ലേ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ട്രയാങ്കിളിന്റെ ടു ആംഗിൾസ് നമുക്ക് കിട്ടിയല്ലോ, ഇവിടെ 27, ഇവിടെ 32. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 180 minus 27 plus 32. 180 minus 50, we get 121 degree. so this angle is 121 degree. so നമ്മളിവിടെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഫസ്റ്റ് ഈ ബിഗ് ട്രയാങ്കിളിന്റെ ടു ആംഗിൾസ് തന്നിട്ടുണ്ട്. സോ തേർഡ് ആംഗിൾ കണ്ടെത്തി. ദെൻ ഇത് ഈക്വൽ ബൈസെക്ടർ ആണ് അല്ലേ, ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നതാണ് OY ആൻഡ് OZ. സോ ഹാഫ് കണ്ടു. അപ്പോൾ നമ്മൾ ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ടു ആംഗിൾസ് കിട്ടി. 180യിൽ നിന്ന് അതിന്റെ സമ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഈ ആംഗിളും കിട്ടി. സോ നമ്മളോട് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യനിലെ ആംഗിൾസിന്റെ ആൻസർ ആയി 121 ആൻഡ് 32. Now question number 3. In figure 6.41, if AB parallel to DE, AB, this portion parallel to
this DE, this line segment parallel to DE given. Angle BAC equal 35 degree and angle CDE 53 degree. Angle BAC, that means this angle 35 degree and angle CDE, this inside angle 53 degree. We need to find angle DCE. DCE. DCE means this angle. Okay. In question given AB parallel to DE. Okay. Now this AE is a transversal, isn't it? E two parallel lines cut the third line third line segment AE. This 35 is alternate angle angle. Parallel lines this angle alternate angle. So, we will see alternate angles. So, here 35 degree, then this angle is also 35 degree. This angle. Total angles are 180 degree. 180 minus 53 plus 35. 53 plus 35 we get 88 and subtract 180 minus 88 we get 92 degree. So the answer angle DCE equal to 92 degree. Now question number 4. In figure 6.42, if lines PQ and RS intersect at point T. Lines PQ. PQ means this PQ. No, PQ. RS is this one. Intersect at a point T. Text figure next page figure and fifth question inside letter figure 6.2 6.42. So this PQ and RS intersect at T. Intersect at T. Such that angle PRT. This angle is 40 degree. And RPT 95 degree and TSQ 75 degree. Find angle SQT. Which angle? SQT. We need to find this angle. Understand? So given PQ and SR or RS are intersect at T. Intersect means these opposite, vertically opposite angles are equal. That is note. This angle first, a triangle triangle. This triangle inside two angles. So we need to find the third angle of this triangle. Third angle 180 minus 95 plus 40 we get this third angle. If intersect theorem vertically opposite angles are equal. So these two angles are equal. P angle is kitty. This angle 75 third angle again these two angles add 180 and subtract easy. So first find angle PTR. Angle PTR. PTR equal to 180 minus 90 plus 45. 90 plus 45 we get 135 and subtract we get 45 degree. So this angle is 45 degree. Now next use the theorem. Vertically opposite angles are equal. So this angle is also 45 degree. Now next we are going to find angle XQT. This is equal to 180 minus 45 plus 75 degree. Add these two and subtract from 180. So 45 plus 75 we get 120 degree and subtract we get 60 degree. So this angle is 60 degree. Here we use the theorem. Vertically opposite angles are equal and also we use angle sum of a triangle is 180 degree. Now question number 5, page number 108. In figure 6.43, if PQ perpendicular to PS, PQ perpendicular to PS, that is
ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. ലൈൻ സെഗ്മെന്റ്സ് ഈ സൈഡ്സ് PQ perpendicular to PS. So here given 90 degree. And PQ parallel to SR. PQ parallel to SR. ഇതും parallel ആണ്. And angle SQR 28 degree. SQR given 28 degree and QRT 65 degrees. Then find the values of X and Y. So given PQ perpendicular to PS and PQ parallel to SR. First we are going to find these two angles. We need to find this X and Y. Before that we first find this angle. Okay. So 180 minus 65 we get this angle. 180 minus 65. Okay. Here we get 105 degree. നിങ്ങൾ എഴുതണം കേട്ടോ. നമ്മൾ എഴുതണം angle QRS. Angle QRS equal to 180 minus 65 we get 115. എന്തുകൊണ്ടാണ് linear pair. Now we get these two angles of this triangle. So 28 plus 150 അത് 180 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. സോ 28 plus 150 we get 143. 180 minus 143 we get 37. So this angle is 37. Now listen carefully. Given PQ parallel to SR. PQ parallel to SR. Then look this QS or SQ is a transversal. Transversal means ഈ two ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന തേർഡ് ലൈൻ ആയിട്ട് വരും. ട്രാൻസ്വേഴ്സൽ അല്ലേ നോക്കിയേ. So X and this are alternate angles. X and this 37 are alternate angles. So value of X is 37 degree. Easy ആയിട്ട് കണ്ടെത്തി ഇല്ലേ. ഇനി നോക്കിയേ ഈ ട്രയാങ്കിൾ നോക്കിയേ. ഈ ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി, ഇത് 37 ഡിഗ്രി. 90 ഡിഗ്രി 37 ഡിഗ്രി ആഡ് ചെയ്ത് 180 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ Y കിട്ടും. So 180 minus 90 plus 37 we get 127. Now 180 minus 127 we get 53. So this angle is 53 degree. പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? ഫസ്റ്റ് 65 ഈ ആംഗിളും ലീനിയർ പെയർ ആണ്. So 180 minus 65 we get 115. Then subtract sum of these two angles from 180 we get 37 degree. Now this PQ and SR are parallel. So this QS is transversal and X and 37 are alternate angles. So X equal to 37. So we get the value of X. Now consider this triangle here. Given this is 90 degree and we already find it. This is 37 degree. Now add 90 plus 37 and subtract that sum from 180. We get to 53 degree. So we got both X and Y. So we have one more theorem. Theorem 6.8. If a side of a triangle is produced, എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾ നീട്ടിയെടുത്താൽ, പ്രൊഡ്യൂസ്ഡ് മുന്നോട്ടേക്ക് നീട്ടിയെടുത്താൽ, then the exterior angles of formed is equal to the sum of the two interior opposite angles. ഇങ്ങനെ നമ്മൾ നീട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ആയിരിക്കും. എന്താണ് പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് പ്രൊഡ്യൂസ്ഡ് ചെയ്യുക, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് അവിടെ പ്രൊഡ്യൂസ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പ്രൊഡ്യൂസ്ഡ്, then we get an exterior angle. That measure of that exterior angle is equal to the sum of opposite angles measurement. അപ്പോൾ ഈ ഇൻറ്റീരിയർ സം ഓഫ് ഓപ്പോസിറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ കേട്ടോ. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇതും. ഇതിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ് അല്ലേ, രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ 1ഉം ആംഗിൾ 2 ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ അറിയാനായിട്ട് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്താലും കിട്ടും. ഓക്കെ. സോ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ തിയറം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഈ ചാപ്റ്ററിലെ എക്സാമ്പിൾ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി വെൽ. താങ്ക് യു.